പിന്നെ ഇന്നത്തെ വെളുപ്പിന് 5:25 കേട്ടോ. ഞാൻ ഫാമിൽ നിന്ന് വീട്ടിലോട്ട് പോരാനൊരുങ്ങുക. ഇത്രയും വെളുപ്പിനെ ഞാൻ 4:45 ആയപ്പോൾ എണ്ണിച്ചതാണ് കേട്ടോ. എന്നാലേ ഈ സമയത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്, കാരണം ഞങ്ങളെ കാത്ത് അവിടെ അവന്മാരിയ്ക്കും. ഇന്നലെ ഇവിടോട്ട് വന്നതാണ്. അപ്പം വെളുപ്പിന് എനിക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. പക്ഷേങ്കിൽ 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലണം. 7-7:15 ആകുമ്പോൾ അവിടെ ചെന്നാൽ, കാരണം അതുങ്ങൾ ഞങ്ങളെ കാത്തിരിക്കും. ഞാനതുകൊണ്ട് വെക്കുന്ന വലിയ പാത്രം വരെ ഇവിടെ കൊണ്ടുവരും. കാരണം കൊണ്ടുപോകണ്ടേ, വണ്ടിയിലെടുത്ത് സ്റ്റൗവേ വെച്ച് ഉണ്ടാക്കി എല്ലാം. ചിക്കൻ വേറെ വേവിക്കും, എന്നിട്ട് പിന്നെ ചോറിനകത്തോട്ട് രണ്ടും കൂടെ പിന്നെ ഒന്നിച്ചാക്കത്തുള്ളൂ. കാരണം ഈ സ്റ്റൗവിൽ ഇലക്ട്രിക് സ്റ്റൗ ആണ്. അപ്പം ഇത്രയും വലിയ പാത്രമേ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് ചോറ് വേറെ വേവിച്ച് രണ്ടും കൂടെ മിക്സാക്കി വണ്ടിക്കകത്ത് എടുത്ത് വെച്ച് ഞങ്ങൾ ഷോർട്ട് കട്ടിൽ പോകാൻ ഇച്ചിരി ഇതൊരു കാടാണ് കേട്ടോ. കാടിനകത്തൂടെ കുറച്ച് വലിയ കാടൊന്നുമല്ല, കുറച്ച് കാട്, വണ്ടിയൊക്കെ ഓടുന്ന സ്ഥലം തന്നെ. എന്നാലും ഒരു സൈഡ് ഫോറസ്റ്റ് ഏരിയ. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു കഴിയും. കാരണം എനിക്ക് വീട്ടിലിരുന്നാൽ മനസ്സമാധാനമില്ല. ഒരു ദിവസം വരാതെ, ചിലപ്പോൾ ഒരു ദിവസം വരാതിരിക്കും. എന്നാലും പിറ്റേ ദിവസം എങ്ങനെ ഓടി ഇവരുടെ അടുക്കൽ എത്തണമെന്നാണ്. കാരണം ഞങ്ങളെ കാത്തിരിക്കും കേട്ടോ. ഇതൊരു ദിവസം വരാതിരുന്നിട്ടാണ് വന്നത് കേട്ടോ. വന്നാലും അവർ നമ്മളെ വഴിയെ നോക്കിയിരിക്കും. അത് ഓർത്താൽ നമുക്ക് മനസ്സമാധാനം വരത്തില്ല കേട്ടോ. ഒരാൾക്ക് ബിസ്ക്കറ്റ് വായിലിട്ട് കൊടുക്കുക, കൈ കൊടുക്കുക, വായിക്ക് കൊടുക്കാത്ത എന്താണെന്നറിയാവോ? അവനെന്നെ കടിക്കും. കടിക്കുമല്ല, കയ്യെ കയറി പിടിക്കും. അതുകൊണ്ട്